ഓൾ ഓവർ വൈറ്റ് ത്രെഡ് എംബ്രോയിഡറി ഇടയ്ക്ക് കുറച്ച് കളർഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഫ്ലോറൽ ബഞ്ചസ്. ആൻഡ് അത് ഇന്നത്തെ ഒരു പാറ്റേണിൻ്റെ അകത്ത് പറയുമ്പോഴത്തേക്ക് ഫുൾ ജാൽ പാറ്റേണിൽ നമുക്കൊരു ലക്നൗ ഇൻസ്പയർഡ് ആയിട്ട് നമുക്കൊരു ഷാഡോ ലുക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഫീലിലാണ് വന്നിരിക്കുന്നത്. അത് വൈറ്റ് ത്രെഡിലും ആൻഡ് മൾട്ടി കളർഡ് ആയിട്ട് വന്നിരിക്കുന്ന ലൈവ്ലി ആയിട്ട് വരുന്നൊരു കളർ കോമ്പിനേഷൻ, വയലറ്റ് ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി പാറ്റേണിൽ വന്നിട്ടുള്ള സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഫ്ലോറൽ ബഞ്ചസ് ആണ്. ഇൻസ്പയർഡ് ആയിട്ട് വന്നിരിക്കുന്ന ഫ്ലോറൽ ബഞ്ചസ്. ഞാൻ ഇന്ന് ഫസ്റ്റ് വെയർ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും എന്താ പറയുക, ഒരു ഗ്രേ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂട്രൽ ബേസിൻ്റെ അകത്ത് ആ ഒരു കളേഴ്സ് ഇങ്ങനെ പോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഭംഗിയാണ് കാണാൻ. 1799 റേഞ്ചിൽ വന്നിരിക്കുന്ന ഒരു ലുക്കാണ്. ആൻഡ് നമുക്ക് ഈ ഒരു പകൽപൂരി ഡേയ്സിനകത്ത് എംബ്രോയിഡറി ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ബേസാണ് കേട്ടോ. ഈ ഫാബ്രിക് ബേസ് നമുക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആൻഡ് അതുപോലെ തന്നെ പ്രൈസ് റേഞ്ച് നമുക്ക് നല്ലൊരു ബഡ്ജറ്റിൽ ബൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സാരിയുടെ ലുക്ക് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ആ ഒരു കളറും ആ ഒരു കോമ്പിനേഷൻസ് എല്ലാം കൂടെ വരുന്നത് കൊണ്ടാണ് ഓരോ സാരീസും ഓരോ ലുക്കിലാണ്. സോ വി ഹാവ് ദിസ് ലുക്ക് in 4 different shades. Let's open it and see. But ഇതിന്റെ ബേസ് ഒരു ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് വീവ് ചെയ്തെടുത്തേക്കുന്ന മകൾപൂരി ലെനണ്ട് വരുന്നതാണ്. ആൻഡ് ലൈൻ വീവ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ബോർഡർ പാറ്റേൺ. ഇൻസൈഡ് പോർഷൻ നമുക്ക് കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറി ആയതുകൊണ്ട് വളരെ നീറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ലൂപ്സ് ആയിട്ട് അങ്ങനെയൊന്നും വരത്തില്ല. സിമ്പിൾ ആയിട്ട് വന്നിരിക്കുന്ന പല്ലു ആൻഡ് ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് റണ്ണിങ്ങിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. This is the next look. നല്ലൊരു ബ്രിക്ക് മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത്. ഓരോ ഷെയ്ഡ്സിൻ്റെ അകത്ത് ഓരോരോ കളർ കോമ്പിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെഡിൻ്റെ അകത്ത് ബ്രിക്ക് മെറൂണിൻ്റെ അകത്ത് വി ഹാവ് പിങ്ക് ആൻഡ് മെറൂൺ വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ. ഇതാണ് എൻ്റെ ഒരു ലുക്ക് വരുന്നത്. എളുപ്പം വീട്ടിലെടുക്കാൻ പറ്റുന്ന സാരീസാണ്. എനിക്കൊന്ന് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും ഈ ഒരു ബേസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ ഒരു ടൈമിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന, എഫേർട്ട്ലെസ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ലുക്കാണ്. ഡ്രേപ്ഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അതിനകത്ത് യു സി കമ്പയർ ആൻഡ് ബൈ ഇറ്റ്. നമുക്ക് ടൈം എടുത്തിട്ട് വാട്ട് കളർ ലുക്സ് ബെറ്റർ ഫോർ അസ് എന്നുള്ളൊരു ലുക്ക്. ഈ ഷെയ്ഡൊക്കെ നമുക്കെല്ലാം ചേരുന്ന ഷെയ്ഡാണ് കേട്ടോ. സോ ദാറ്റ് വാസ് ഒരു ബ്രിക്ക് മെറൂൺ. സോളിഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്ലൗസ് ആണ് ഇതിൻ്റെ കൂടെ വെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് എ സോഫ്റ്റ് പീച്ച് ഷെയ്ഡ്. പീച്ചിൻ്റെ അകത്ത് നല്ല രസമുള്ള കോമ്പിനേഷൻ, പിങ്ക് ആൻഡ് ബ്രൈറ്റർ പീച്ച് കോമ്പിനേഷൻ. എല്ലാം നല്ല രസമുള്ള കോമ്പിനേഷൻസ്. ദിസ് ഇസ് NHHന് കോഡിലാണ് വന്നിരിക്കുന്നത് 219 ആൻഡ് പ്രൈസ് അറ്റ് 1799. അപ്പോൾ നമുക്ക് ബോർഡർ വിട്ടിട്ട് ഫുൾ എംബ്രോയിഡറി കവേർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ പ്രൊപ്പോർഷനിൽ നമുക്ക് ലോ പ്ലീറ്റ്സ് ഏരിയ വരുമ്പോഴത്തേക്ക് മൊത്തമായിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബ്രോഡായിട്ട് കവേർഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. ദെൻ വി ഹാവ് നെക്സ്റ്റ് ഷെയ്ഡ്, സോഫ്റ്റ് പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. ഇന്നത്തെ കളേഴ്സൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് ആ ഒരു ബ്രിക്ക് മെറൂൺ വെച്ച് ബാക്കി എല്ലാ കളേഴ്സും ഇപ്പോൾ ഞാൻ വേർതിരിക്കുന്നതാണെങ്കിലും ഒക്കെ ഒരു സോഫ്റ്റ് ലുക്കിൽ വന്നിട്ടുള്ള ഷെയ്ഡാണ്. സോ ദിസ് വൺ പിങ്ക് ആൻഡ് റെഡ് എല്ലാം പോപ്പ് ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് എൻ്റെ ഒരു മൾട്ടി കളറുടെ എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ആ ബേസിൻ്റെ അകത്ത് വളരെ എന്താ പറയുക, ഭയങ്കര ലൗഡായിട്ടും അല്ല, പക്ഷെ അത് നമുക്ക് ഇറ്റ് സ്റ്റാൻഡ്സ് ഔട്ട്. ദിസ് ഇസ് ദി ലാസ്റ്റ് ലുക്ക്. NHH 219 priced at 1799. ലൈറ്റ് വീവിംഗ് സ്റ്റൈലിലൊരു സാരി ആൻഡ് ടിഷ്യൂവിലാണ് ചെയ്തേക്കുന്നത് വിത്ത് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ഫ്ലോറൽസ്. പ്ലസന്റ് കളർ പാലറ്റിൽ വന്നിരിക്കുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു ഒക്കേഷണൽ വെയറിന് പറ്റുന്ന ഒരു ലുക്കാണ് കേട്ടോ. നല്ല ഒരു ഗ്രാൻഡ് ലുക്കിലൊക്കെ തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിറ്റി സാരി. അതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 3599 റേഞ്ച്. നല്ല പ്രൈസ് റേഞ്ചാണ് കേട്ടോ. നമുക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ ഉടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഗ്രാൻഡ് ഫീൽ കിട്ടും. നമുക്കൊരു ഈവനിങ് റിസപ്ഷൻ പോലത്തെയുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ഒരു ഹൗസ് വാമിംഗ് പോലത്തുള്ള ഡേ ലൈറ്റ് ഫംഗ്ഷൻ ആണെങ്കിലും ഒക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന രണ്ട് ഷെയ്ഡിൽ വന്നിരിക്കുന്ന സാരീസ്. RUS 106 എന്ന കോഡിലാണ് ഉള്ളത്. നമ്മുടെ കോഡ് വരുന്നത് വെബ്സൈറ്റിൽ. ആൻഡ് ഇത് ലൈറ്റ് സാരിയാണ് കേട്ടോ, ഭയങ്കര വെയിറ്റ് ഒന്നും ഇല്ല.
കോട്ട വീവിങ് സ്റ്റൈൽ അല്ല, പക്ഷെ എന്നാലും സിമിലർ ടു ദാറ്റ്, അത്രയ്ക്കും ഒരു ലൈറ്റ് ഫീൽ വീവ് ചെയ്തെടുത്തേക്കുന്നത് കൊണ്ട് ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ്. പക്ഷെ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല കേട്ടോ. ഇത്രയും ഒരു ട്രാൻസ്പെറൻസി അതിനകത്ത് വൺ ലെയറിൽ വരുന്നുള്ളത് ഇത്രയും ട്രാൻസ്പെറൻസിയാണ്. ആൻഡ് ഇതിനകത്ത് ലേസ് എഡ്ജ് ഫിനിഷിങ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു റിംഗ് ലേസിൻ്റെ എഡ്ജ് ഫിനിഷിംഗ് ആണ് വരുന്നത്. ആൻഡ് ഡബിൾ ടോണിൽ വന്നിട്ടുള്ള ഫ്ലോറൽസ് ക്രോസ് സ്റ്റിച്ചാണ്, വളരെ ഫൈൻ ആയിട്ടുള്ള ക്രോസ് സ്റ്റിച്ചാണ് കമ്പ്യൂട്ടേഴ്സ് മെഷീൻ എംബ്രോയിഡറിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇൻസൈഡ് പോർഷൻ നമുക്ക് ഭയങ്കര നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഫ്ലാറ്റ് ഫോൾഡ് ചെയ്തിട്ടാണ് അതിൻ്റെ അത് എഡ്ജൊക്കെ നമ്മളിതിനകത്ത് ലേസ് ഫിനിഷിങ് കൊടുത്തേക്കുന്നത്. ഓൾ ഓവർ ദ സാരി വന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലുക്ക് ഇസ് എ പിങ്ക് ഷെയ്ഡ് വിത്ത് ഗോൾഡൻ ടോൺ. അപ്പോൾ ജസ്റ്റ് ലൈക്ക് ഒരു മോഫ് പിങ്കിൻ്റെ ഗോൾഡൻ്റെ ഒരു ഷെയ്ഡ് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. And then we have golden brown shade. ലുക്ക് ഇതാ വന്നിരിക്കുന്നത്. ആൻഡ് പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ബ്ലൗസ് ആണ് കേട്ടോ അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അത് കുറച്ചും കൂടി ഒരു ലിനൻ്റെ ഒരു സ്ലബ് ലുക്കും കൂടെ നമ്മൾ ക്ലോസിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ആൻഡ് ദെൻ വി ഹാവ് എ നെഗറ്റീവ് പ്രിന്റഡ് ഫ്ലോറൽസ് ഓൾസോ. ഇത് നമ്മുടെ ഫ്ലോറൽസ് ടോപ്പ്, നമ്മുടെ സാരിയിൽ വന്നിരിക്കുന്ന ഫ്ലോറൽസിൻ്റെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു പ്രിന്റ് ഡിസൈൻ ആണ് അതിനകത്ത് കൊടുക്കുന്നത്. ഡിജിറ്റൽ പ്രിന്റിലാണ് ചെയ്തേക്കുന്നത്. So when you look at mine, it's like a peach and pink combination with brighter mauve pink in the light pink ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു മറൂൺ ഷെയ്ഡിൻ്റെ അത് നോക്കുമ്പോഴത്തേക്ക് യു ഹാവ് ദ പീച്ച് ആൻഡ് പിങ്ക് വിത്ത് ഒരു യെല്ലോ ടോണാണ്. അപ്പോൾ ബേസ് സാരിയുടെ ക്ലോസറായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡിലാണ് അത് ചെയ്തിരിക്കുന്നത്. ആൻഡ് 2 ടോണിൽ വന്നിട്ടുള്ള ക്രോസ് ഓലിവ് ഗ്രീൻ്റെ വിത്ത് ബ്രൗൺ ഷെയ്ഡ് ഒരു ബ്രാഞ്ചസ് ലുക്കും. അത് ടിപ്പിക്കൽ ഫ്ലോറൽ ലുക്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സ് ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഡയഗണലി പ്ലേസ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന എംബ്രോയിഡറി പാറ്റേൺ ആണ് കമ്പ്യൂട്ടേഴ്സ് മെഷീൻ എംബ്രോയിഡറി. അപ്പോൾ അവൈലബിൾ ചെയ്തിരിക്കുന്ന സാരിയാണ് കേട്ടോ. നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരണമെങ്കിൽ നമുക്ക് ഈ ഒരു പവർ ലൂം സാരി കമ്പ്യൂട്ടേഴ്സ് മെഷീൻ എംബ്രോയിഡറി ചെയ്യാൻ പറ്റും. RUS 106 we have a beautiful pink. And then we have a golden brown shade. This is of a grand color. A golden shade നന്നായിട്ട് വരും. RUS 106. സെമി ടെസർ സാരീസ്. ടസറിൻ്റെ ഫിനിഷിൽ വന്നേക്കുന്ന ഡിജിറ്റൽ പ്രിൻറ്റ് ആൻഡ് അതിൻ്റെ ഉള്ളിൽ മെഷീൻ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇത് ദേശി ടെസറിൽ മെഷീൻ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്ന സാരിയോട് വളരെ സിമിലർ ആയിട്ട് തോന്നുന്ന അതേ ലുക്ക് ആൻഡ് ഫീൽ വരുന്ന സാരിയാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്ന ബഡ്ജറ്റ് റേഞ്ചാണ്. ഞാൻ പ്രൈസ് ലാസ്റ്റ് പറയാം. നിങ്ങൾ സാരീസ് നല്ല ഭംഗിയുള്ള സാരീസാണ്. ഇതൊരു 4 ഡിഫറെൻറ്റ് പേസ്റ്റൽ ടോൺസിലാണ് വന്നേക്കുന്നത്. സാരീസ് ആദ്യം കണ്ടിട്ട് നമുക്ക് പ്രൈസ് നോക്കാം. ഇത് ഫസ്റ്റ് വന്നേക്കുന്നത് കണ്ടോ, ഇത് ഡിജിറ്റൽ പ്രിന്റഡ് സാരിയാണ്. അതിൽ ആ ഒരു ടസറിൻ്റെ ദേശി ടസറിൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ കണ്ടോ. ആ വീവിങ് സ്റ്റൈലിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തേക്കാണ് സാരിയിൽ ഫുള്ളായിട്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ മെഷീൻ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആൻഡ് ഫുൾ സാരിയിൽ പൈപ്പിംഗ് ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട്. മെഷീൻ എംബ്രോയിഡറി കണ്ടോ, ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിച്ച് വിജയ്. ഇത് കണ്ടോ, ഇതിൽ ആ ഒരു ദേശി ടെസർ ഫിനിഷ് വന്നേക്കുന്നത് അതിൽ ഒരു ഡിജിറ്റൽ പ്രിന്റ് ഡീറ്റെയിലിംഗ് ആണ്. ഈ സാരിയുടെ റോങ് സൈഡ് നോക്കിയാൽ നമുക്കറിയാം അതിൻ്റെ വീവിങ് സ്റ്റൈലാണ്. ഈ ഡിജിറ്റൽ പ്രിന്റഡ് സാരീസിൻ്റെ റോങ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അത് വൈറ്റ് കളറിലിരിക്കും. ഈ ടെക്സ്ചർ ഫീല് കൊണ്ടുവന്നേക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടാണ്. ആ ഒരു ദേശി ടസറിൻ്റെ ഫീലിലുള്ള ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ട് മെഷീൻ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കാണ്. ഫുൾ സാരിയിൽ ലീഫ് പാറ്റേൺ ആണ്. മെഷീൻ സ്കാറ്റേഡ് ആയിട്ട് വന്നേക്കുന്ന എംബ്രോയിഡറി ഡീറ്റെയിൽ ലീഫ് പാറ്റേൺ ആണ്. അതുപോലെ തന്നെ ബോർഡർ ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത് ഫുൾ സാരിയിൽ ഇതുപോലെ ലീഫ് ഡിസൈൻ ആട്ടോ സ്കാറ്റേർഡ് ആയിട്ട് വന്നേക്കുന്നത്. ആൻഡ് ബോർഡർ ഡീറ്റെയിലിംഗ് കണ്ടോ, നല്ല റിച്ച് ആയിട്ടുള്ള റോസ് ഫ്ലവേഴ്സിൻ്റെ ഒരു പാറ്റേൺ ആണ് ബോഡിയിൽ ബോർഡർ ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ആൻഡ് ഫുൾ സാരിയിൽ ഇതുപോലെ റണ്ണിങ് ആയിട്ടാട്ടോ വന്നേക്കുന്നത്. റണ്ണിങ് ആയിട്ട് ഈ ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട് കണ്ടോ. നമ്മൾ ഉടുത്ത് കഴിയുമ്പം ഈ പല്ലുവിൻ്റെ ഡീറ്റെയിലിങ്ങും അങ്ങനെ, പല്ലുവിന് സെപ്പറേറ്റ് ഒരു പല്ലുമില്ല. ഫുൾ സാരിയിൽ ഇതുപോലെ റണ്ണിങ് ആയിട്ടാണ് വന്നേക്കുന്നത്. ആൻഡ് പല്ലുവിൻ്റെ എഡ്ജിൽ ഒരു ഫേസിങ് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫുൾ സാരിയിൽ ഇതുപോലെ തന്നെ ഒരു പൈപ്പിംഗ് ഫേസിങ് ഫിനിഷിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഇതാണ് സാരിയുടെ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. എങ്ങനെയാണ്, നല്ല ഭംഗിയുള്ളൊരു മൂവ് ടോണിലാണ് ഈ സാരി അവൈലബിൾ ആക്കിയേക്കുന്നത്. ഇത് ഡ്രേപ്പ് ചെയ്ത് കഴിയുമ്പം ഒറിജിനൽ ടസറിൻ്റെ ദേശി ടസർ സാരി പോലെ തന്നെ ഇരിക്കും. സെമി ടസറാണ്. ആ ഫീല്, ടസറിൻ്റെ ഫീല് കൊണ്ടുവന്നേക്കുന്നത് ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്തിട്ടാണ്. എന്താ, ഇതാണ് ഫസ്റ്റ് സാരി വന്നേക്കുന്നത്.
ആൻഡ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് പീസാണ്. ഇതിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് പെയർ ചെയ്തേക്കുന്നത്. ഇത് ഫസ്റ്റ് സാരി. ഇതിൻ്റെ കോഡ് വരുന്നത് YNG 160A വേരിയൻ്റ് ആണ് കേട്ടോ. അത് YNG 160A വേരിയൻറ്റ്. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് കളർ വേരിയൻറ്റ് നമുക്ക് കാണാം. നെക്സ്റ്റ് കളർ വേരിയൻറ്റ് വന്നിരിക്കുന്ന പ്രിറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ. ഗ്രീൻ ടോണിൽ സെയിം എംബ്രോയിഡറി പാറ്റേൺ. ഇതാ ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ, റോസ് ഫ്ലവേഴ്സിൻ്റെ പാറ്റേൺ ആണ്. ആൻഡ് അതിലുള്ള ആ ലീഫ് ഡിസൈനാണ് ഫുൾ ബോഡിയിൽ സ്കാറ്റർ ചെയ്ത് വന്നേക്കുന്നത്. വേണ്ട, ഇതാണ് സാരിയുടെ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. സാരി ഈ ഇതുപോലെ തന്നെയാണ് ഫുൾ സാരിയിൽ വന്നേക്കുന്നത്. ബോർഡർ ഡീറ്റെയിലിംഗ് ഇതും ബോഡിയിൽ സ്കാറ്റേഡ് ആയിട്ട് ഈ ലീഫ് പാറ്റേൺ. പ്ലീറ്റിൻ്റെ പോർഷനിൽ ഈ ലീഫിൻ്റെ പാറ്റേൺ ഫുൾ ബോഡിയിലില്ല, ഇതുപോലെ ഹാഫായിട്ടാണ് ലീഫിൻ്റെ പാറ്റേൺ വന്നേക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ലീഫിൻ്റെ പാറ്റേൺ വന്നേക്കുന്നത്. ഇതും ആ ടെക്സ്ചർ പ്രിൻറ്റിങ് വന്നേക്കുന്നതാണ്. YNG 160B വേരിയൻ്റ് ആണ് കേട്ടോ ഇത്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു പേർപ്പിളിഷ് ടോണിൽ വന്നേക്കുന്ന സാരിയാണ്. പേർപ്പിളിഷ് ടോണിൽ സെയിം ദേശി ടസറിൻ്റെ സെയിം ഫീലിൽ വന്നേക്കുന്ന സാരി. എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് എല്ലാം സെയിം ആൻഡ് കളർ വേരിയൻറ്റ് ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ കേട്ടോ. ആ രണ്ട് ആദ്യം കാണിച്ച സാരി ഒരു മോപ്പിംഗ് ആണെങ്കിൽ ഇത് മോർ ഓഫ് ഒരു ബേസ് ടോണിലാണ് വന്നേക്കുന്നത്. സാരിയുടെ ഡിസൈൻ ഡീറ്റെയിലിംഗ് എല്ലാം സെയിം തന്നെ, കളറിൻ്റെ ഡിഫറൻസ് ആണ് കേട്ടോ. ഇത് അടുത്ത വേരിയൻറ്റ്. ദിസ് ഇസ് C വേരിയൻറ്റ്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഗ്രേ ടോൺ. നല്ല ഭംഗിയുള്ള ഗ്രേ ടോൺ. ആൻഡ് ഗ്രേയും ഒരു പേസ്റ്റലിനോട് വന്നേക്കുന്ന ഗ്രേ ആണ് കേട്ടോ. ഗ്രേയിലും ഇതുപോലെ തന്നെ സെയിം ദേശി ടെസറിൻ്റെ വിവിങ് സ്റ്റൈലാണ് ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തേക്കുന്നത്. ആ ഒരു ടെക്സ്ചേർഡ് പ്രിൻറ്റിംഗ് ആണ് ആൻഡ് സെയിം കളറിലുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. ആൻഡ് ഈ പ്രോഡക്റ്റ് YNG 160D വേരിയൻ്റ് ആണ്. ഇനി നിങ്ങൾക്ക് പ്രൈസ് അറിയേണ്ടത്, ഇതൊരു ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടുവന്നേക്കാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ 4 സാരീസിൻ്റെ പ്രൈസ് വരുന്നത് 2699 ആണ് കേട്ടോ. ഇതിൻ്റെ ഡ്രൈപ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് എല്ലാം വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ചെക്ക് ഇറ്റ് ഔട്ട് at www.aham.store.